വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ഉത്രാടം ഉച്ച കഴിഞ്ഞാണ്. സാധാരണ ഉച്ച കഴിഞ്ഞ് പച്ചക്കറി അങ്ങനെ എടുക്കാറില്ല, എടുക്കരുതെന്നാണ് പറയുന്നത്. എങ്കിൽ പോലും നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റിയല്ലോ ഇന്ന്. എന്നെ സംബന്ധിച്ച് ഞങ്ങളൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് ആയത് കാരണം അറിയാമല്ലോ, സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഓണത്തിന് ഏറ്റവും കൂടുതൽ ആൾക്കാരെടുക്കുന്നത് ഡ്രസ്സുകളാണ്. അതിൻ്റെ പരിപാടി ആയത് കാരണം നമുക്ക് അതെല്ലാം കഴിയാതെ മറ്റു കാര്യങ്ങളിലോട്ട് സത്യം പറഞ്ഞാൽ ഇറങ്ങാൻ പറ്റാറില്ല. എന്നെ സംബന്ധിച്ചു ഉത്രാടം എന്ന് പറഞ്ഞാൽ ആകെ ടെൻഷൻ പിടിച്ചൊരു ദിവസമാണ്. കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം, എല്ലാം. അതിനിടക്ക് പിറ്റേ ദിവസം നാളെ ഓണമാകുമ്പോൾ അതിൻ്റെ ഇത് എല്ലാം കൂടി കഴിഞ്ഞ് ഈ തിരുവോണവും കൂടി കഴിഞ്ഞാൽ അവിട്ടത്തിൻ്റെ അന്ന് ശരിക്കും കിടന്ന് ഉറക്കാം ഞങ്ങൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരുവോണം ഉച്ച കഴിഞ്ഞ പോലെ ഉറക്കം. ഇത്രയും ദിവസത്തെ ടെൻഷൻ എൻ്റെ ജോലി അറിയാവുന്നവർക്കറിയാം എന്താ ഞങ്ങളുടെ ടെൻഷൻ, എല്ലാ കാര്യങ്ങളും. അതിനിടയ്ക്ക് ഞാൻ അന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വെച്ച് പിടിപ്പിച്ചു. ഓണത്തിന് ആയിട്ട് എന്നൊന്നുമില്ല, എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുണ്ട്. ഒരു ഓണത്തിന് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ദേ അത്യാവശ്യം എനിക്ക് മുളകുണ്ട്. മുളക് എനിക്ക് പുറത്തൊന്നും വാങ്ങണ്ട, ഒരു മുളക് കറി വെക്കാനും എന്തിനാണെങ്കിൽ പോലും. അപ്പം ഞാനിന്ന് എൻ്റെ ഈ ചെറിയ ഈ ഒരു തോട്ടത്തിലെ പച്ചക്കറി വിളവെടുപ്പുകളാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുളകിൽ നിന്ന് തുടങ്ങാം. എരിവിൽ നിന്ന് തന്നെ ഇരിക്കട്ടെ അല്ലേ ആദ്യം. അപ്പം മുളക് ഇതെനിക്ക് കൃഷിഭവന്, വെള്ളൂർ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ മുളകാട്ടോ. ഈ വർഷം അവർ തന്ന മുളകാണ്. വിചാരിച്ചില്ല ഓണത്തിന് കായാകുമെന്ന്. എങ്കിൽ പോലും നല്ല അത്യാവശ്യം എനിക്ക് നന്നായിട്ട് കായായി കിട്ടി. ഇനി ഇതിൻ്റെ എരിവൊക്കെ ഒന്ന് അറിയണം. ഞാൻ ഇച്ചിരി ചെറുതും കൂടി പറിക്കും കേട്ടോ. മുളക് കറി വെക്കുന്നത് കാരണം അത്ര മൂത്തതൊന്നും വേണ്ട നമുക്ക് മുളക് കറിക്ക്. അപ്പോൾ നമുക്ക് മുളക് കുറച്ചിട്ട് ഇത് കണ്ട എൻ്റെ ഈ മുളകിൽ ഇത് വേറൊരു വെറൈറ്റി മുളകാട്ടോ. കഴിഞ്ഞ ദിവസം ഇതിനകത്ത് നിന്ന് ഞാനൊരു മുളക് പറിച്ചുകൊണ്ട് പോയി. എൻ്റെ ദൈവമേ, എന്താ ഭയങ്കര എരിവെന്ന് പറഞ്ഞു. കാണുമ്പോൾ ഇത്ര ഉള്ളൂ സാധനം, പക്ഷേ എരിവെന്ന് പറഞ്ഞാൽ പോരാ കേട്ടോ. ഭയങ്കര എരിവ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. സാധാരണ നമ്മളിപ്പോൾ എനിക്ക് അറിയാവുന്നത് ഉജ്ജ്വല, ബുള്ളറ്റ് മുളക്, പിന്നെ നമ്മുടെ സാധാരണ ഈ കിട്ടുന്നത് സെറ, അങ്ങനെയൊക്കെ എനിക്കറിയാവുള്ളൂ. ഇത് എന്താ സാധനമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര എരിവ് കേട്ടോ. ഇത് കറിക്കകത്തൊക്കെ ഒരെണ്ണ ഇട്ടാൽ മതി. ഇത് മുളക് കറിയൊന്നും വെക്കാൻ പറ്റുന്ന സാധനമേ അല്ല. എന്തായാലും ഭയങ്കര എരിവാണ്. അപ്പോൾ ഇത് ഒരു പ്രത്യേക തന്നെ മുളകാട്ടോ. അപ്പം ഞാൻ ഈ മുളക് മുഴുവൻ പറിച്ചിട്ട് വരാം. അപ്പോൾ നമ്മളതേ ഇത്ര മുളക് പറിച്ചിട്ടുണ്ട്. ഇത് മതി. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ മുളക് ഞാൻ പറഞ്ഞല്ലോ, ഒരെണ്ണം മതിയാവും ഓരോ കറികളിലിടാനായിട്ട്. അത്രയ്ക്ക് എരിവുള്ള സാധനമാണ്. ഇതിനകത്തുനിന്ന് കുറച്ച് ഒരു മുളക് കറി ഇവിടെ നിർബന്ധമാണ് കേട്ടോ ഓണത്തിന്. അപ്പോൾ പിന്നെ നമുക്ക് ഇനി സാമ്പാറിന് ഇടാനായിട്ട് 2 തക്കാളി, ശകലം വെണ്ടക്കയും എടുക്കാം. ഇത് നമ്മുടെ പഴയ തക്കാളി കേട്ടോ. ഇപ്പോൾ വെച്ചിട്ട് 5 മാസം കഴിഞ്ഞ്. എങ്കിൽ പോലും അവന് ഓണത്തിന് എനിക്കിത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 2 മാസമായിട്ട് എനിക്ക് തക്കാളി വാങ്ങണ്ട. ഞാൻ ഇതിൽ നിന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കണ്ടോ, കാര്യം ഇച്ചിരി പാടുപ്പ് ഇതൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നമുക്കിത് തക്കാളി ഇവിടെയുണ്ട്. തക്കാളി ഇവിടെ 2 തക്കാളി. നല്ല പുളിയാട്ടോ ഇതിന്. നല്ല പുളി എന്ന് പറഞ്ഞാൽ നല്ല പുളിയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ 4 തക്കാളിയൊന്നും വേണ്ട, 2 തക്കാളി മതി സാമ്പാറിനകത്ത്. നമ്മൾ 4 പേരല്ലേ ഉള്ളൂ. അപ്പം 4 തക്കാളിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാധാരണ ഞാൻ തക്കാളി ഇവിടുത്തേട്ട് പഴുപ്പിക്കുകയല്ലാത്ത കേട്ടോ. ഞാൻ വീട്ടിൽ പറിച്ച് വെച്ച് പഴുപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഇവിടെ വെച്ച് പഴുപ്പിച്ച. പിന്നെ വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ അത്യാവശ്യം. വെണ്ടയ്ക്ക ഞാൻ വെച്ച് ഇങ്ങനെ താഴെയുണ്ട് ഇഷ്ടം പോലെ. ഞാൻ വെച്ച് പിടിപ്പിച്ച എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് പിള്ളേർക്കൊക്കെ ആണെങ്കിലും സ്കൂളിൽ കൊണ്ടുപോകാനൊരു തോരൻ കറിക്ക് പയറും വെണ്ടക്കയൊക്കെ ഉണ്ടെങ്കിൽ അതൊരു തോരൻ കറിക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വെണ്ടയെന്ന് പറഞ്ഞ സാധനം എപ്പോൾ വെച്ചാലും ഒരു 10-12 ചൂട് ഞാൻ വെച്ച് പിടിപ്പിക്കാറുണ്ട് കേട്ടോ. താഴെ ഉണ്ട് എനിക്കിത്. ഞാൻ പറഞ്ഞില്ല അന്നൊരു കീടബാധ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണിത്. സാരമില്ല, ഞാൻ മരുന്നൊന്നും അടിച്ചില്ല. അന്ന് അടിച്ചു പോയിട്ട് പിന്നെ ഞാൻ അങ്ങനെ മരുന്നൊന്നും അടിക്കാൻ വന്നില്ല. ഞാൻ നമുക്കൊരു ഓണമായിക്കൊണ്ട് അത്യാവശ്യം നമ്മുടെ എല്ലാ സാധനമൊന്നും എൻ്റെ ഇല്ല കേട്ടോ. ഞാൻ എല്ലാം ഒന്നും എനിക്ക് ഇല്ല. ഇപ്പോൾ മുളക് കിട്ടി, തക്കാളി കിട്ടി, വെണ്ടക്ക കിട്ടി. ഇനി അടുത്തത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കിട്ടും. അപ്പോൾ ഇത്ര വെണ്ടക്ക കിട്ടി. സാമ്പാറിനുള്ള വെണ്ടക്കയും തക്കാളിയായി. ഇനി നമുക്ക് കത്തിരിക്ക വേണം. വഴുതനങ്ങ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. വഴുതനങ്ങ ഈ ഉണ്ടായി വരുന്നുണ്ട്, ആയിട്ടില്ല. കത്തിരിക്ക എന്ന് പറഞ്ഞ് വഴുതനങ്ങയാണെന്നും പറഞ്ഞ് നമ്മൾ വെച്ച് അത് കത്തിരിക്കയായിപ്പോയി. കത്തിരിക്ക അത്യാവശ്യം നമുക്ക് കത്തിരിക്ക കിട്ടിയിട്ടുണ്ട്. നമുക്ക് സാമ്പാറിനകത്ത് ഇടാൻ ഇത് ഒരെണ്ണം മതിയാവും. ഒരു അവിയലിനകത്തും കൂടി ഇടാൻ ഒരെണ്ണം കൂടി എടുക്കാം.
എന്തിൻ്റെയൊക്കെ കൂടിപ്പോയത് കൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ പൊട്ടൽ സംഭവിച്ചത്. അങ്ങനെ ആവശ്യത്തിനുള്ള കത്തിരിക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അന്ന് പയർ കയറ്റിയപ്പോൾ പറഞ്ഞില്ലേ ഓണത്തിന് നമുക്ക് വിളവൊന്നും എടുക്കാൻ പറ്റിയല്ല, അന്നേരം ആവുമൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ. അത്രക്ക് മൂത്തിട്ടില്ല എങ്കിൽ പോലും നമുക്കിത് ഈ പരുവത്തിനായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഒരു അവിയലിന് നമുക്കിത് ഒപ്പിക്കാം. കണ്ടതേ ഞാൻ പറഞ്ഞില്ലേ ആ മരുന്ന് കീടത്തിന് ഇങ്ങനെ വിളിച്ചു വരുത്തുമെന്ന് ഞാൻ ചോദിച്ചില്ലേ, അതുപോലെ ചാഴി ശല്യം എനിക്കുണ്ട്. ചാഴിയല്ല, മൂഞ്ഞാട് ശല്യം. ഈ 4 പേരൊക്കെ മതിയല്ലേ നമുക്കൊരു അവിയലിനകത്തിടെ. പിന്നെ ഈ ചെറുതൊന്നും പറിക്കണ്ടല്ലോ, അവിടെ കിടക്കട്ടെ. പിന്നെ നിങ്ങൾ ഓർക്കും വെള്ളരിക്ക എന്ത് ചെയ്യുന്നു? വെള്ളരിക്ക ഇല്ല, വാ കാണിച്ചു തരാം. പകരം വെള്ളരിക്കയുടെ ചെടി ഇതേ പൂത്ത് നിൽപ്പുണ്ട്. താഴെ ഒരെണ്ണം കായായി നിൽപ്പുണ്ട്, പക്ഷെ പറിക്കാറായിട്ടില്ല. എങ്കിലും വെള്ളരിക്ക ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർക്കും പടവല എന്ത് ചെയ്യുന്നു? പടവലോ ഞാൻ പടത്തിയിട്ടുണ്ട്, പക്ഷെ ആയിട്ടില്ല, ചെറുതാണ്. ഇഞ്ചിയുണ്ട് താഴെ, ഇഷ്ടംപോലെ ഇഞ്ചിയുണ്ട്. പക്ഷേ ഇഞ്ചി വിളവെടുക്കാറായിട്ടില്ല. അപ്പോൾ അത് കാരണം ഇഞ്ചി ഞാൻ കടയിൽ നിന്ന് വാങ്ങുക ചെയ്തേ. സാധാരണ ഇഞ്ചി എനിക്ക് വാങ്ങേണ്ട ഒരു കാര്യമല്ലായിരുന്നു. ഈ വർഷം ഇഞ്ചിയൊക്കെ വാങ്ങണം, അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് താഴത്ത് ഏത്തക്ക. അപ്പോൾ ഏത്തക്കൊല ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾക്ക് ഏത്തവാഴ കൃഷി ഉണ്ടെന്ന്. അവിടുന്ന് ഞാനൊരു 3-4 ദിവസം മുന്നേ തന്നെ ഒരു വാഴക്കൊല വെട്ടിക്കൊണ്ടുവന്ന് വീടിനകത്ത് വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ വെക്കുന്ന വാഴയെന്ന് പറഞ്ഞാൽ രാസവളമൊക്കെ ഇട്ടാണ് നമ്മൾ വെക്കുന്നത്. പക്ഷേ അതേസമയം നമ്മുടെ ഇതേ താഴത്ത് പറമ്പ് കണ്ടോ, ഈ പറമ്പിൽ രാസവളം ഇടാറില്ല. എന്നാന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഫുള്ളും ജൈവ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്, ഒന്നും ചെയ്യാറില്ല. പിന്നെ ചില ഇതൊക്കെ കാരണം നമുക്ക് ഇത്തവണ അങ്ങനെ പറമ്പിലോട്ട് ഒന്നും നോക്കാൻ പറ്റാത്ത കാരണം മൊത്തം കാടായി കിടക്കുകയാണ്. എനിക്കൊന്നും ചേനയോ ചേമ്പോ ഒന്നും ഞാൻ ഇങ്ങനെ വെച്ചിട്ടില്ല. ആ സമയത്ത് പല കാര്യങ്ങൾ കൊണ്ട് മുടക്കം വന്നത് കാരണം ഈ വർഷം എനിക്ക് താഴത്തെ നമ്മൾ പറയുന്ന കൊണ്ടകൃഷി, അതായത് ചേന ചേമ്പ് കാച്ചിൽ കപ്പ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും വെച്ചിട്ടില്ല. പിന്നെ പഴയത് കിടന്ന് അവിടെ ഇവിടെ കിടന്ന് മുളച്ചതൊക്കെ ഉണ്ട്, അതിനകത്തുനിന്ന് പറ്റാവുന്ന എടുക്കാം. പിന്നെ ഒരു അവിയലിന് വേണ്ടി നമുക്ക് ഒരു 2-3 ഏത്തക്ക അവുത്തിന്ന് എടുക്കാം. ആവശ്യത്തിൽ കൂടുതൽ താഴെ ഇരിപ്പുണ്ടെങ്കിൽ പോലും ഈ വീഡിയോയ്ക്ക് വേണ്ടി ഒടിഞ്ഞു കിടക്കുന്ന ഒരു ഏത്തക്കൊലയിൽ നമുക്ക് 2 കായും എടുക്കാം. പിന്നെ എനിക്ക് സാമ്പാർ ചേമ്പുണ്ട് താഴെ, അവുത്തിന്ന് കിട്ടുവാണെങ്കിൽ 2 വിത്ത് എടുക്കാം. പിന്നെ വേപ്പിലയുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ അതും കൂടി കാണിച്ചിട്ട്. പിന്നെ കോവക്ക ഉണ്ട് കേട്ടോ. നമുക്ക് കോവക്ക ഒരു പന്തലായിട്ടൊന്നും അല്ല കേട്ടോ, ഇവിടെ നിൽക്കുന്ന പേരയിൽ അങ്ങ് പടർന്ന് കയറിയേക്കുവാണ്. ആഴ്ചയിൽ 2-3 ദിവസം നമുക്ക് തോരൻ വെക്കാവുന്ന കോവക്ക എനിക്ക് അത്യാവശ്യം കിട്ടാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടാവശ്യത്തിനായത് കാരണം അതിന് നല്ല വൃത്തിയായൊരു പന്തലൊന്നും ഞാൻ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി വേണം ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ തന്നെയാണെങ്കിലും മാല പോലെ ഒരു പൂവ് കിടക്കുന്നത്. അപ്പോൾ അവിടുത്തേൽ 2-3 കായുണ്ട് നമുക്കൊരു അവിയലിന് വേണ്ടത്. ഇവിടുന്ന് പറിക്കാം. പിന്നെ താഴത്തും ഉണ്ട് കേട്ടോ, താഴത്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. സാധാരണ നിങ്ങളൊക്കെ പേരയിൽ നോക്കുമ്പോൾ പേരക്കയല്ല കാണണ്ട, എൻ്റെ പേരയിൽ നോക്കിക്ക് കോവക്കയുണ്ട്, പേരക്കയുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് പേരക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിന് അത്യാവശ്യം ഇതിൽ നമുക്ക് കോവക്ക പറിച്ചെടുക്കാം. ഇങ്ങനെ വലിച്ചാട്ടോ ഞാൻ ഈ കോവക്ക മുഴുവൻ പറിച്ചെടുക്കുന്നത്. മൂത്ത പേരക്കയും കിട്ടി. നിറച്ചുണ്ടായത് കാരണം ഈ മുഴുപ്പേ ഉണ്ടാവുന്നുള്ളൂ കേട്ടോ. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ പഴയ മൂത്ത തണ്ടുകളിലാണ് ഇങ്ങനെയുള്ള കുഞ്ഞു പേരക്ക ഉണ്ടാകുന്നത്. അതേസമയം അതുപോലെയുള്ള പുതിയ ഇളം കമ്പുകളില്ലേ, അതിലൊക്കെ വലിയ പേരക്ക ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ പേരയിൽ. അപ്പോൾ കോവക്കതേ ഉണ്ട് കേട്ടോ, ഇനിയുണ്ട്. നമുക്ക് അതൊന്നും വലിച്ച് പറിക്കാൻ നിൽക്കുന്നില്ല, നമുക്ക് ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഓണത്തിന് ഒരു അവിയൽ വെക്കാനായിട്ട് ഈ 3-4 കോവക്കയൊക്കെ മതി. അപ്പോൾ ദേ കോവക്ക മേളിലും നമുക്കൊരു 3-4 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ഇത് പേരക്ക. പിന്നെ നമ്മൾ ഈ മുളക് കൊണ്ടാട്ടം ഉണ്ടാക്കിയല്ലേ, ഞാൻ ശരിക്കും മുളക് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് ബുള്ളറ്റ് മുളക് വെച്ചാട്ടോ. ബുള്ളറ്റ് മുളക് എന്ന് പറയുമ്പോൾ നിങ്ങളവർക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്, ഞാൻ ബുള്ളറ്റ് മുളക് എടുത്ത് ഈ പൊടിയുപ്പിൽ താഴെ ഉപ്പിടും, അതിൻ്റെ മുകളിൽ മുളക് അടുക്കി വെക്കും, അതിൻ്റെ മുകളിൽ ഉപ്പിട്ടിട്ട് ഞാൻ നന്നായിട്ട് വെയിറ്റ് കയറ്റി വെച്ച് പിറ്റേ ദിവസമാകുമ്പോൾ തന്നെ അത് ഒരുവിധം ഉണങ്ങിയിരിക്കും. പിന്നെ ജസ്റ്റ് ഒന്ന് ചൂട് കാണിച്ചാൽ മതി കേട്ടോ, നമുക്ക് പെട്ടെന്ന് കൊണ്ടാട്ടമായി കിട്ടും. ഞാൻ ഈ പുഴുങ്ങാറൊന്നുമില്ല കേട്ടോ മുളക്. അപ്പോൾ അതിന് വേണ്ടി 3-4 മുളക് എടുക്കാം. ഇതാട്ടോ എൻ്റെ ബുള്ളറ്റ് മുളക്.
അപ്പം നമുക്ക് കുറച്ച് സാമ്പാർ ചേമ്പ് പറിക്കാം. സാമ്പാറിനകത്തൊക്കെ ഇടുന്ന കുഞ്ഞു ചേമ്പില്ലേ, താമരക്കണ്ണൻ. അപ്പോൾ ആ ചേമ്പുണ്ട്. ഈ പറമ്പ് കണ്ട് നിങ്ങൾ പേടിക്കരുത് കേട്ടോ. ഓണം കഴിഞ്ഞ് സാധാരണ ഗതിയിൽ ഞങ്ങൾ ഇതിനകത്തോട്ട് ഇറങ്ങാറുള്ളൂ. ഇവിടെ തിരക്കൊക്കെ കഴിയുമല്ലോ. തിരക്ക് കഴിഞ്ഞാലും ഇനി അടുത്തത് നമുക്ക് റംസാൻ്റെ തിരക്കാണ്. എന്നാലും ആ സമയത്ത് അപ്പം ഞാനിതിങ്ങനെ ഇട്ടേക്കുന്നല്ല കേട്ടോ. കഴിഞ്ഞ വർഷത്തെ കൃഷി കഴിയുമ്പോൾ അതിൻ്റെ വളങ്ങൾ ഇതിനകത്തുണ്ടാവും. ആ വളം ഈ പുല്ലെല്ലാം വലിച്ചിങ്ങനെ നിന്ന് ആർത്ത് പിടിക്കും. ഇത് വീണ്ടും ഞങ്ങൾ ചെത്തി ഈ പുല്ലെല്ലാം കൂന കൂട്ടി വെച്ചിട്ടാണ് ഞങ്ങൾ അടുത്തത് തുടങ്ങുന്നത്. അപ്പം അടുത്ത കൃഷിക്ക് ഉള്ള ഒരുക്കാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓണത്തിന് വേണ്ടി ഒരു സാമ്പാർ ചേമ്പ് ഒരു നിപ്പുണ്ട്. അതിനകത്ത് ഒരു സാമ്പാർ ചേമ്പ് പറിക്കും. അപ്പം നിങ്ങൾ ഒരുക്കാൻ പേടിയൊന്നുമില്ല, അവർക്ക് പേടിയൊന്നുമില്ല. കാര്യം അങ്ങനെയൊന്നും ഇവിടെ ഉള്ള ഇതല്ല. ഇതുണ്ടോ, ഇതാട്ടോ സാമ്പാർ ചേമ്പെന്ന് പറയുന്നത്. ഇത് നിറച്ച് നമുക്ക് ഉണ്ടാവാറുണ്ട്. സാമ്പാറിനകത്തിട്ട് നല്ല ടേസ്റ്റ്. അതുപോലെ തന്നെ നമ്മൾ മുളകാണം വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ സാധനം. അപ്പോൾ ഇത് ഞാൻ പറിച്ചെടുക്കട്ടെ. ഇതാണ് എൻ്റെ സാമ്പാർ ചേമ്പ്. ഇതില്ലാതൊരു സാമ്പാർ വെക്കൽ ഇച്ചിരി ഇതാണ്, നല്ല ടേസ്റ്റാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ എപ്പോഴും ഇത് കണ്ടത് ഒരു കുഞ്ഞു ചേമ്പ് ഇവിടെ ഈ പറമ്പിൽ കാണുന്ന ഈ താമരത്തണ്ട് പോലെ ഇതിൻ്റെ ഇങ്ങനെ ഇങ്ങനെ താമരത്തണ്ട് പോലെ ഇരിക്കും കേട്ടോ. ഇങ്ങനെ താമരക്കണ്ണെന്ന് ഇതിന് ഞങ്ങൾ പറയുന്ന പേര്. പഴയ ആൾക്കാർക്കൊക്കെ അറിയാം താമരക്കണ്ണെന്ന് പറഞ്ഞാൽ. പിന്നെ ഇപ്പോൾ കടകളിലൊക്കെ ഇഷ്ടംപോലെ നമുക്കിത് കിട്ടാനും ഉണ്ടല്ലോ. ഒരു ചോട്ടിൽ നമുക്ക് കിട്ടിയതാട്ടോ ഇത്. ഞാൻ വൃത്തിയാക്കി എടുക്കണം. അത് ഞാൻ പിന്നെ നിങ്ങളെ കാണിച്ചു തരാം വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇപ്പം എനിക്ക് ആവശ്യമുള്ളത് ഞാനിപ്പോൾ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അതെ അവിയലിന് ആവശ്യമായിട്ടുള്ള 2 പച്ചക്ക എടുത്തു. 2 മതി, അവിടെ കിടന്നോട്ടെ. അകത്ത് വലിയ മൂത്ത കായ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ 2 പച്ചക്ക. പിന്നെ നമുക്ക് അത്യാവശ്യം ചേന വേണം. ചേനേനെ ഞാൻ പയ്യെ പറിച്ചെടുക്കുന്നുള്ളൂ. അകത്ത് ചേന ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. പിന്നെ കറിവേപ്പില അത്യാവശ്യം വേണം. അത് ഞാൻ ഒടിച്ചെടുക്കട്ടെ. ഇത് പിടിച്ചേന. അപ്പം ഞാൻ ഒരു ചേന പറിച്ചുകൊണ്ട് വരട്ടെ കേട്ടോ. ചേന അങ്ങോട്ടൊക്കെ ചെന്ന ചൊറിയനാണ്, അങ്ങോട്ട് കയറിയ പാടാണ്. അപ്പോൾ ഞാനത് പറിക്കട്ടെ. അത്ര വലിയ ചേനയൊന്നും അല്ല, നമുക്ക് അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിന് ഉള്ള ഒരു ചേന, വേപ്പില. പിന്നെ മത്തങ്ങ ഇതിനകത്തുണ്ട് കേട്ടോ. അതെ മത്തങ്ങ ഇഷ്ടംപോലെ അതിനകത്തുണ്ട്. കാട്ടി കയറണം ഞാൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം പറിച്ചൊരു മത്തങ്ങ നമുക്ക് ഇരിക്കണമെന്ന് ഔത്തിൽ നിന്ന് എടുക്കാം. മത്തങ്ങയുണ്ട്. അപ്പം എൻ്റെ ഇന്നത്തെ വെള്ളമെടുപ്പ് വേണ്ട. അപ്പോൾ നമ്മൾ കരുനാരങ്ങ മേടിച്ചിട്ടുണ്ട്. അതിനകത്തിടാനുള്ള ഇച്ചിരി വെള്ളക്കാന്താരി പറിക്കണം. വെള്ളക്കാന്താരി ഇത് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. എല്ലാം പഴുത്ത് നിൽക്കുകയാണ്. കാടായത് കാരണം ഇങ്ങോട്ടൊക്കെ കയറാൻ ഭയങ്കര കാടാണ് എനിക്കിത്. വെള്ളക്കാന്താരി പറമ്പിൽ ഇഷ്ടം പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട് എനിക്ക്. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ കിളികളാട്ടോ തിന്നുന്നത്. ഇവർ തിന്നാലും നമുക്ക് വേറെ തൈകൾ കിളുത്ത് വരും. നമ്മൾ വെച്ച് നനച്ച് പിടിപ്പിക്കുന്നതിനേക്കാളും നല്ല വൃത്തിയായിട്ട് ഇവർ ഭക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവർ കാഷ്ടിക്കുന്ന ഔത്തിൽ നിന്ന് കിളുത്ത് വരുന്ന കാന്താരി തൈകളാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിറച്ച് മുളകുണ്ടാകും കേട്ടോ. ഇനി ഈ ഓണമൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവിടെയൊക്കെ ചെത്തി റെഡിയാക്കിയിട്ട് പയ്യെ പയ്യെ ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ. സാധാരണഗതിയിൽ നന്നായിട്ട് ചേമ്പും ചേന എന്നെങ്കിലൊക്കെ ഞാനിവിടെ നന്നായിട്ട് വെച്ച് പിടിപ്പിക്കണതാണ്. ഈ വർഷമാണ് അങ്ങനെ ഒന്നും തന്നെ ചെയ്യാത്തത്. എന്ന് വെച്ചാൽ മഴയായത് കാരണം നമുക്ക് പറമ്പിലോട്ട് അങ്ങനെ ഇറങ്ങാൻ പറ്റുന്നില്ല. മഴയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു കേട്ടോ. കുറേയൊക്കെ ആണെങ്കിലും ചെത്തിയൊക്കെ പോകാമായിരുന്നു നമുക്ക്. ഇതിപ്പോൾ എന്ത് മഴയായിരുന്നു 3-4 മാസമായിട്ട് നമുക്ക്. അപ്പോൾ അത്യാവശ്യം ഇത് മതി എനിക്ക് മുളക്. അപ്പം ഓണത്തിൽ ഒരു കുഞ്ഞു വിളവെടുപ്പാണ്. വിളവെടുക്കാൻ തുടങ്ങിയ സമയത്ത് പല വഴിയും പിന്നെയും കയറി പോകേണ്ടി വന്നു. അപ്പോൾ അതെ അങ്ങനെ ഒരു ചേന പറിച്ചിട്ടുണ്ട്. സാമ്പാറിന് വേണ്ട കുഴിനിറയും ചേമ്പുണ്ട്. അവിയലിന് 2 കായ എടുത്തിട്ടുണ്ട്. പിന്നെ അതെ നമുക്ക് വെണ്ടക്കയും തക്കാളിയും സാമ്പാറിനുള്ളതായി, മുളക് കറിക്കുള്ളതായി, നാരങ്ങാച്ചാറിടാനുള്ള കാന്താരിമുളകായി, അവിയലിനകത്തുള്ള പയറും കോവക്കയൊക്കെയായി. അത്യാവശ്യം ഇത്രയും കാര്യങ്ങൾ എന്നെക്കൊണ്ട് ഈ ഓണത്തിന് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റി. അടുത്ത ഓണത്തിന് ഇതിന് നന്നായി ചെയ്യണമെന്നാണ് ആഗ്രഹം. പിന്നെ നമ്മളിപ്പോൾ പറയല്ലേ, മുമ്പ് നേരത്തെ പറഞ്ഞ കൂട്ട് ഓരോ ഇതിൽ പറയുന്ന കൂട്ട് നമുക്ക് അടുത്ത വർഷം നന്നായി ചെയ്യാമെന്ന് പറയുന്നു. ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അടുത്ത വർഷം ഇതിൽ നന്നായി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം സഹായിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഇതിൽ നന്നായി അടുത്ത വർഷം നല്ലൊരു വിളവെടുപ്പായിട്ട് വരാമെന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞ് ഓണം വിളവെടുപ്പ് ഇതൊക്കെയാണ്.